ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മടക്ക് പച്ചരിയാണ്. എൻ്റെ നാട്ടിലൊക്കെ അതിന് മടക്ക് പച്ചരി എന്ന് തന്നെയാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് അതിൽ മൈദയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി, അളവുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കപ്പയെല്ലാം നല്ലോണം ഉടച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കണം. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ബാറ്റർ നല്ല ലൂസായിട്ട് അത്യാവശ്യം ഒരു സ്റ്റിക്കി ടൈപ്പ് അങ്ങനെ വേണ്ടതുള്ളൂ. ഞാനിപ്പോൾ സ്പൂണോണ്ട് ഇളക്കിയിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങ് ഉടയാത്തതുകൊണ്ട് ഒരു വിസ്ക് തന്നെ എടുത്ത് നന്നായിട്ട് അങ്ങ് ഉടച്ച് കൊടുത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബാറ്റർ നല്ല ലൂസായിട്ട് ആവശ്യത്തിനുള്ള രൂപത്തിൽ ഏകദേശം ഇതായി ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കതിന് ആവശ്യമായിട്ടുള്ള ബാക്കി സംഭവങ്ങളും കൂടി സെറ്റാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളിതൊരു രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഈസി പെട്ടെന്ന് കഴിയാനുള്ള ഒരു സംഭവമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ലേശം ചിക്കൻ എടുത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല തുടങ്ങിയ എല്ലാ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ പിന്നെ അടുത്ത പണി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ചിക്കനകത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അത് പൊടിയുമ്പോഴത്തേക്ക് നമുക്കെന്താ ഉള്ളിയെല്ലാം മുറിച്ച് വെക്കാം. ഞാൻ പിന്നെ ഉള്ളി മുറിക്കാൻ ഭയങ്കര ഫാസ്റ്റാണ്. അതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് കഴിഞ്ഞ് ശേഷം നമുക്ക് അയ്യെ കുരിച്ച് വെച്ച ആ ചിക്കനെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിത്തരാം. ആ എണ്ണയിലേക്ക് തന്നെ ഉള്ളിയും പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി എല്ലാം കൂടി ഒരുമിച്ച് എണ്ണ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത്. ഉപ്പിടാൻ മറന്നു പോകണ്ട കേട്ടോ. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി ഇത് ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിലിട്ടൊന്ന് ചെറുങ്ങനെ ഫ്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഏകദേശം നമ്മൾ പണി കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാലൻ്റെ പൗഡർ കൂടി ഇതിലേക്ക് ഇട്ടതാണ്. എനിക്ക് പൊതുവേ തോന്നാറുണ്ട് ചിക്കൻ ഈ സമൂസ ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസിനല്ലോ അവസാനം ഈ കുറച്ച് ഗരം മസാല ചിക്കൻ്റെ മേലെ കൂടി ഇടുമ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ചട്ടിയൊക്കെ വെച്ച് നന്നായിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞപ്പം ആ ബാറ്റർ നന്നായിട്ട് അതിലേക്ക് പോയിച്ച് ഒരു പത്തിരിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കി എൻ്റെ മുകളിൽ കുറച്ച് എണ്ണയെല്ലാം തൂത്ത് കൊടുത്ത് ഈ മസാലയെ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് ലെയറാക്കി വെട്ടേണ്ടതുകൊണ്ട് തന്നെ കുറച്ച് മസാല വെച്ച് കൊടുത്താൽ മതി. ഫ്ലെയിം അധികം കൂടി പോകണ്ട, ഇടക്കായിരിക്കും പോവും. ഇപ്പോൾ ഒരു മടക്കാക്കിയിട്ട് അത് മടക്കി അങ്ങോട്ട് വെച്ച് ബാറ്റർ കുറച്ചും കൂടി സൈഡിൽ പകുതി ആയിട്ട് പാർന്ന് കൊടുക്കുക. ഷീറ്റെല്ലാം കുറച്ച് മോശമാണ്. നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം അതൊന്ന് ആറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് സെയിം സംഭവം തന്നെ ഇനിയും കുറച്ചും കൂടി മസാല വെച്ച് ഈ നേരത്തെ ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കിയതുപോലെ ഇപ്പം വീട്ടിലുള്ള അപ്പുറം സൈഡിലല്ലേ നേരത്തെ മസാല വെച്ചത്, ആ ഭാഗം തിരിച്ച് ഇങ്ങോട്ടേക്ക് മറിച്ചെന്നിട്ട് കൊടുത്തേച്ചാൽ മതി. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ഫുൾ ഒരു നമുക്ക് എത്ര ബാറ്ററി വേണോ അല്ലെങ്കിൽ എത്ര ലെയർ വേണോ അതേപോലെ ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അടുത്ത പോലെ തന്നെ മാവ് ഒഴിച്ച് നന്നായിട്ട് പരത്തി അതൊന്ന് ആറി വന്നു കഴിഞ്ഞാൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് മസാലയും വെച്ച് കൊടുത്തിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാസിടുക. അതിന് ഇടയ്ക്കിൽ കുറച്ച് മൈദൻ്റെ ബാറ്റർ അവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്താക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് ഒപ്പിക്കിട്ടും. ഞാൻ പിന്നെ ഇത് പെട്ടെന്ന് ചെയ്ത് തീർത്ത് മേനം കൊണ്ട് അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ലാസ്റ്റിലേക്ക് എല്ലാം കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്ത്
ഇത് സംഭവം നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. വേറെ തൊലി പരത്തി കുഴച്ചിറങ്ങാറൊന്നുമില്ല. പെട്ടെന്ന് കുറച്ച് മൈദ എടുത്ത് എക്സ്ട്രേറ്റ് പൊടികളെല്ലാം ഇട്ട് ഇളക്കി പെട്ടെന്ന് ഫുൾ ഈസി പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ മടിയുള്ള ദിവസം ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് ഞങ്ങൾ. ലാസ്റ്റിൽ ഞാൻ കുറച്ച് മൈദ മേലിലൂടെ ഇങ്ങനെ തേച്ചത് നിർത്താൻ വേണ്ടി സൈഡല്ലോ അത് അധികം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റിൽ അടിയിലുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് നിർത്തേൻ. ലാസ്റ്റത്തെ ലെയറാണ് നന്നായിട്ട് എല്ലാം കൂടി മടക്കി വെച്ച് ഒന്നും കൂടി ഞാനത് ചൂട് തട്ടിക്കുന്ന ഒന്നും കൂടി ആ സൈഡൊന്നും കൂടി ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉണ്ടാക്കി ഉള്ളിലേക്ക് ഇറങ്ങി വീണിട്ടില്ലേ ചിക്കൻ എല്ലാം ഒന്ന് പേക്കിനെടുത്ത് വെച്ചുകൊണ്ട് ഓയിലൊന്നും കൂടി സ്പ്രെഡ് ചെയ്ത് ഒന്നാലേ ഈ ഒരു ബ്രൗൺ കളറ് കിട്ടുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്തേക്കാം. സംഭവം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരുവിധം എല്ലാവരും തിന്നുണ്ടാവും ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ കണ്ടവരെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.